നമസ്കാരം. ഞാനിവിടെ ശ്രീ പത്മനാഭൻ്റെ മണ്ണിലാണുള്ളത്, ആഴിമല ശിവക്ഷേത്രത്തിൽ. കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ആഴിമല ശിവക്ഷേത്രം സ്റ്റാച്യു എല്ലാവർക്കും അറിയാം, ശിവൻ്റെത്. അപ്പോൾ അതിൻ്റെ കീഴെ ഒരു 3 നിലകളിലായി ഒരു ഗംഭീര, എന്നാന്ന് പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷെങ്കിൽ അതിഗംഭീരമായ ഒരു സംഭവം തന്നെയുണ്ട്. അത് വന്ന് കാണേണ്ടതാണ്, കണ്ട് എംപ്രസ്മെൻ്റ് ആയിട്ടുള്ളത്. സെക്രട്ടറി സാറ് അതിനെ പറ്റിയിട്ട് കൂടുതൽ വിശദീകരിക്കും. 11 കൊല്ലത്തെ കഠിനാധ്വാനമാണ് ഇവിടെയുള്ള ട്രസ്റ്റിൻ്റെത്. അത് ചെറുതല്ല, 11 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ്. വന്ന് കാണണം. തിരുവനന്തപുരത്തുള്ള വന്നു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലുള്ള ആളും കേരളത്തിന് പുറത്തുള്ള ആളും സെക്രട്ടറിയാണ്. സെക്രട്ടറിനെ പറ്റി കൂടുതൽ വിശദീകരിക്കും. ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിൻ്റെ കീഴിലുള്ള കേവ് ടെമ്പിൾ ആൻഡ് മെഡിറ്റേഷൻ ഏരിയ എന്ന് പറയുന്ന ഭാഗത്താണ്. അതിൻ്റെ തന്നെ 3ാമത്തെ ലെയറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഈ കേവ് ടെമ്പിൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന 3 ലെയറുകളായിട്ടാണ്. ഭഗവാന്റെ ഗംഗാധരേശ്വര സ്റ്റാച്യുവിൻ്റെ സൈഡിലുള്ള വഴിയിലൂടെ 26 പടികൾ ഇറങ്ങി താഴെ വരുമ്പോൾ ഭഗവാന്റെ വിവിധങ്ങളായ, അതായത് മഹാദേവൻ്റെ വിവിധങ്ങളായ രൂപങ്ങളുള്ള ആദ്യത്തെ പാട്ടിലെത്തും. അവിടെ തന്നെ ഉള്ളതെന്ന് പറയുന്നത് കന്നിമൂല ഗണപതി, പിന്നെ ഭഗവാന്റെ ശയനരൂപം, പിന്നെ ഭഗവാന്റെ തന്നെ ഒരു വിശ്വരൂപമുണ്ട്, പിന്നെ അർദ്ധനാരീശ്വരനുണ്ട്. അത് കഴിഞ്ഞിട്ട് മുരുക ഭഗവാന്റെ സ്റ്റാച്യു ഉണ്ട്. അത് കഴിഞ്ഞ് ഭഗവാന്റെ കൂടെ പാർവതി മഹാദേവനുമായിട്ടുള്ള പരിണയഭാവങ്ങൾ. അത് കഴിഞ്ഞിട്ട് അതെന്ന് പറയുന്നത് 2ാമത്തെ ലെയറിലുള്ളതെന്ന് പറയുന്നത് പിന്നെ ഭഗവാന്റെ തന്നെ ഒരു മഹാശിവലിംഗമാണ്. ഏകദേശം 6.5 അടിയോളം ഹൈറ്റുള്ള ശിവലിംഗമുണ്ട്. അവിടെ ദർശനം കഴിഞ്ഞാൽ അടുത്തൊരു കാളീരൂപമുണ്ട്. കാളീരൂപം കഴിഞ്ഞ് വരുന്ന 3ാമത്തെ പാർട്ടിൽ, ഏറ്റവും അവസാനത്തെ പാർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വരുന്ന വഴിയിൽ തന്നെ പിന്നെ രാവണൻ കൈലാസം കുലുക്കുന്ന ഭാഗമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു അഘോരിയുണ്ട്. ഇത് കഴിഞ്ഞ് വരുന്നതിനടുത്ത് തുടങ്ങുന്നത് തന്നെ ഒരു ഭഗവാന്റെ നടരാജ രൂപമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ഭഗവാന്റെ മീനാക്ഷി കല്യാണം. അത് കഴിഞ്ഞ് ഹനുമാൻ്റെ പഞ്ചമുഖ ഹനുമാനുണ്ട്. പിന്നെ പഞ്ചമുഖ മഹാദേവനുണ്ട്, പഞ്ചമുഖ ഗണപതിയുണ്ട്. പിന്നെ പരമശിവനും മഹാവിഷ്ണുവും ചേർന്നുള്ള രൂപം ഹരിഹരനുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ബാക്കിലുള്ളത് ഗുരുദേവനാണ്. ഗുരുദേവൻ്റെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ആഴിമലയുടെ സന്ദർശനം പ്രമാണിച്ച് ആദ്യം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ ഒരു ഭജനമഠം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഭജനമഠം കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പിന്നെ ശിവലിംഗം ഇവിടെ പ്രതിഷ്ഠ ചെയ്ത് ഭഗവാന്റെ ക്ഷേത്രം, അതായത് ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റാക്കി മാറ്റുകയാണ് ചെയ്തത്. ഈ ആഴിമല എന്നുള്ള പേര് തന്നെ നിർദ്ദേശിച്ചത് ഗുരുദേവനാണ്. കാര്യം ആഴി എന്ന് പറയുന്ന സമുദ്രം, മല എന്ന് പറയുന്നത് തീരം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുന്ന ഭാഗത്തിന് ആഴിമല എന്നുള്ള പേര് തന്നെ നിർദ്ദേശിച്ചത് ഗുരുദേവനാണ്. അപ്പോൾ ഗുരുദേവൻ്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കപ്പെട്ടുള്ള സ്ഥലം, അത് പ്രകാരം തന്നെ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തിന് ഒരുപാട് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും, 100 കൂടുതൽ വർഷത്തെ പഴക്കമുണ്ടെങ്കിലും 79 വർഷത്തെ വാർഷികം തന്നെ ഇവിടെ നടക്കപ്പെടുകയുണ്ടായി. അടുത്ത് വരുന്നത് 80ാമത്തെ വർഷമാണ്. പിന്നെ ഗുരുദേവൻ്റെ സന്ദർശനം പ്രമാണിച്ച് ഗുരുദേവൻ്റെ സ്റ്റാച്യു നമ്മളിവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഗുരുദേവൻ്റെ പ്രതിമ, അത് കഴിഞ്ഞ് ഗുരുദേവൻ്റെ പാദം ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ശിവൻ്റെയും പാർവതിയുടെയും പരിണയഭാവങ്ങൾ ഒരുപാടുണ്ട്. ലാസ്യഭാവങ്ങളുണ്ട്, പിന്നെ യോഗീഭാവങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂദേവി, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിലുള്ള മൂദേവിയുടെ പ്രതിമ നമ്മളോട് ചെയ്തിട്ടുണ്ട്. ശ്മശാനക്കാളി, അങ്ങനെ വിവിധങ്ങളായ രൂപങ്ങളാൽ ഒരുപാട് അർത്ഥവത്തായ കഥകളുള്ള, റിയൽ സ്റ്റോറീസ്, ട്രൂ സ്റ്റോറീസ് ഉള്ള വിഗ്രഹങ്ങളാണ് ഇവിടെ പണിയിരിക്കുന്നത്. ഇതെല്ലാം കാണാനും എല്ലാം ആസ്വദിക്കാനും എല്ലാ നാട്ടിലുള്ള ആളുകളെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ആദരണീയനായ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ കേവ് ടെമ്പിൾ ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഇവിടെ ഒരു ജനപ്രവാഹം തന്നെയാണ്. എല്ലാ സ്ഥലത്തുള്ള ആളുകളും ഇവിടെ വരുന്നു. ഈ കണ്ണൂരുള്ള ഈ ഷെർദി ടെമ്പിളിൻ്റെ ആൾക്കാർ നമ്മളെ കാണാൻ വരികയും നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു അഭിമുഖം കൊടുക്കുന്നത്. പ്രത്യേകിച്ചിട്ട് ഇവർ ഫോട്ടോ ക്യാമറ ഒന്നും അലോഡല്ല. അത്രയും നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെയുള്ളൊരു സംഭവം എല്ലാവരും അറിയണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ വഴി. പിന്നെ അതുകൂടാണ്ട് എത്താൻ പെടുന്ന കൂട്ടർ കംപ്ലീറ്റ് വന്ന് ഇത് കാണണം. അപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ ഇത് കാണണം. എന്നാലതിൻ്റെ രുചി ശരിക്കും മനസ്സിലാവുള്ളൂ. അത്രയും കഷ്ടപ്പെട്ട്
ബുദ്ധിമുട്ടി കുറേ മെനക്കെട്ടി ഇതിൻ്റെ പിന്നിൽ കുറേ കാലം വർക്ക് ചെയ്തുണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണിത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഏകദേശം 11ഓളം വർഷം ആദരണീയനായ നമ്മുടെ ശില്പി ഡോക്ടർ ദേവദത്തൻ ആണ് ഇത് പണി ചെയ്തത്. അതായത് ഗംഗാധരേശ്വരൻ 58 അടി ഹൈറ്റുള്ള ഈ ഗംഗാധരേശ്വരൻ്റെ രൂപം പണിയത് അതേ ശില്പി തന്നെയാണ് ഇത് പണി ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ 11ഓളം വർഷത്തെ എഫർട്ടാണ് ഈ കാണുന്ന രീതിയിലുള്ള ഈ കേവ് ടെമ്പിളിൻ്റെ രൂപകൽപ്പനയും ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഈ അമ്പലം ഉണ്ടായിട്ടുള്ളത്. അതിന് അദ്ദേഹം ഒരുപാട് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്നും ആദരിക്കപ്പെടുന്നു, എന്നും ആദരിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ സേവനത്തെ. അദ്ദേഹത്തിന് ഇന്നിപ്പോൾ 30-31 വയസ്സേ ആയിട്ടുള്ളൂ ഏകദേശം. അപ്പോൾ നേരത്തെ തുടങ്ങിയ കാലഘട്ടത്തിൽ ഏജിനെ കുറിച്ച് ഓർമ്മിക്കാമല്ലോ. പിന്നെ എല്ലാ ആളുകൾക്കും എല്ലാ ജാതി മത വ്യത്യാസഭേദങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ ഇവിടെ വരാനും ഇവിടെ ആസ്വദിക്കാനും ഈ ഭഗവാന്റെ ചൈതന്യം തുളുമ്പുന്ന ഈ സ്ഥലത്ത് വന്ന് പുണ്യം നേടുന്നതിനും എല്ലാവരെയും, എല്ലാ ആൾക്കാരെയും, ഇന്ത്യയുടെ പുറത്തുള്ള എല്ലാ ആൾക്കാരെയും, വിദേശികളെയും എല്ലാം നമ്മൾ ആദരപൂർവ്വം ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.